നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫല സൂചനകൾ അല്ലെങ്കിൽ വോട്ടെണ്ണുകൾ പുരോഗമിക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്ത കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത് NDAയുടെ ആദ്യത്തെ സീറ്റ് ഉറപ്പിക്കലാണ്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി സീറ്റ് ഉറപ്പിക്കുന്നുവെന്ന് തന്നെ പറയാം. കാരണം 23,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ സമയത്ത് സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകുന്നത്. സുരേഷ് ഗോപിക്ക് വളരെ വലിയ പിന്തുണ BJPയുടെ സ്ഥാനാർത്ഥിയായുള്ള സുരേഷ് ഗോപിക്ക് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 20 സീറ്റുകൾ മത്സരിക്കപ്പെടുമ്പോൾ ആ 20 സീറ്റുകളിൽ 17 സീറ്റുകളിൽ UDFും 2 സീറ്റുകളിൽ NDAയും ഒപ്പം തന്നെ 1 സീറ്റിൽ LDFും ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്, ഈ സമയം ലീഡ് ചെയ്യുന്നത്. പക്ഷേ വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് സുരേഷ് ഗോപിയിലൂടെ ആയിരിക്കും. അതായിരിക്കും ആദ്യത്തെ അക്കൗണ്ട്. അത് BJP നേടിയെടുക്കുകയാണ്. BJPയുടെ ആദ്യത്തെ സീറ്റ് എന്ന് പറയപ്പെടുന്നതും തൃശ്ശൂരായിരിക്കുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് അത്രത്തോളം 23,000-ലധികം വോട്ടുകളിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ സമയത്തുള്ളത്. പക്ഷേ ഇതിനെ ബീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാനോ ഇനി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. CPIയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ തൊട്ടുപിറകായി 2ഉം 3ഉം സ്ഥാനങ്ങളിലായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി തൃശ്ശൂരിലുണ്ട്. സുനിൽകുമാറിന് പിന്നിലായിട്ട് തന്നെയാണ് K മുരളീധരനുള്ളത്. വലിയ പ്രതീക്ഷകളോടുകൂടി ഒപ്പം തന്നെ വലിയ വാചക കസരത്തോടുകൂടിയാണ് K മുരളീധരൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള K മുരളീധരൻ ഇവിടെ അതായത് തൃശ്ശൂരിലെത്തിയതും തൃശ്ശൂരിൽ മത്സരിക്കുമെന്നുള്ള അല്ലെങ്കിൽ മത്സരിച്ച് വിജയിക്കുമെന്നുള്ള സൂചനകളൊക്കെ നൽകിയിരുന്നത്. പക്ഷേ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ട വോട്ടെണ്ണലുകൾ പുരോഗമിക്കുമ്പോൾ തന്നെ മാത്രമല്ല പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ സുനിൽകുമാർ CPIയുടെ സ്ഥാനാർത്ഥിയായുള്ള അല്ലെങ്കിൽ LDF കാൻഡിഡേറ്റായുള്ള സുനിൽകുമാർ വലിയ ലീഡ് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം സുരേഷ് ഗോപിയുടെ ഒരു മുന്നേറ്റമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. 300 വോട്ടുകളിൽ തുടങ്ങി 4,000 വോട്ടിലേക്കും പിന്നെ അത് 4,000 എന്ന് പറയുന്നത് 7,000-ലേക്കും 7,000 എന്ന് പറയുന്നത് 11,000-ലേക്കും 11,000 15,000-ലേക്കും അതിനുശേഷം 20,000-ലേക്കും കുതിച്ചു വരുന്നൊരു കാഴ്ചയായിരുന്നു സുരേഷ് ഗോപിക്കുണ്ടായത്. അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ മുന്നേറ്റത്തെ തടയുവാൻ കോൺഗ്രസിനോ K മുരളീധരനോ അല്ലെങ്കിൽ VS സുനിൽകുമാറിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സീറ്റ് BJPക്ക് ലഭിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് അത് തൃശ്ശൂർ തന്നെയായിരിക്കും. മറ്റൊരു മത്സരം എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില ഉയർത്തുകയും താഴുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും രാജീവ് ചന്ദ്രശേഖറിനും ഒപ്പം തന്നെ ശശി തരൂരും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആ മത്സരത്തിൽ വിജയിക്കുവാൻ കഴിയുക എന്ന് പറയപ്പെടുന്നത് ആർക്കാണ് എന്നുള്ളത് അറിയുന്നത് ഇനിയും സമയമെടുക്കേണ്ടി വരും. പക്ഷേ അത് ആ ഒരു തരത്തിലല്ല തൃശ്ശൂരിലുള്ള സ്ഥിതിവിശേഷം. തൃശ്ശൂരിൽ ഏകദേശം മത്സര വിജയി എന്ന് പറയപ്പെടുന്ന സുരേഷ് ഗോപി തന്നെയായിരിക്കുമെന്ന് തന്നെ പറയാം. അതാണ് ഭാരത് ലൈവിനും ആദ്യമായിട്ട് പറയാനുള്ളത്. BJPയുടെ ആദ്യത്തെ അക്കൗണ്ട് തുറക്കുന്നത് സുരേഷ് ഗോപിയാണ് കേരളത്തിൽ.